പേര് പരിചയപ്പെടുത്തിയിട്ടുണ്ട് താഹിറ മാഡം. എൻ്റെ പേര് സുരേഷ് പന്നട എന്നാണ്. സ്വദേശ് എന്ന് പറയുന്നത് സുരേന്ദ്രൻ സാറുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സുരേന്ദ്രൻ സാറേ. സുരേന്ദ്രൻ സാറിന് ഒരു പരാതി ഉണ്ടാവും, ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് മുമ്പ് വന്നിട്ടില്ല. അത് മനസ്സിലുണ്ടെങ്കിൽ ഇന്ന് അത് തീർത്ത് കളയാന്ന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എന്റെ പേര് സുരേഷ് പന്നട എന്നാണ്. 8 വർഷം മുമ്പെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ 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 ഓക്കെ. 8 വർഷം മുമ്പെയാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇനി ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന വൻ ഓപ്പർച്യൂണിറ്റി ആണെന്നോ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആണെന്നോ കണ്ടിട്ടൊന്നും വന്നതല്ല. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള പ്രിയപ്പെട്ട ഇന്നത്തെ WTC ലീഡറായിട്ടുള്ള മിസ്റ്റർ MM ബെൽനി സാറാണ് എന്നെ ഇത് പരിചയപ്പെടുത്തിയത്. പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ഞാൻ ഒരു കാരണവശാലും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാനിത് കേൾക്കുന്നത് എറണാകുളത്ത് വെച്ചാണ്. ഞാനും എൻ്റെ ഭാര്യയും കൂടിയാണ് ഇത് കേട്ടുകൊണ്ടിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും വൈഫിനെ കൂട്ടണം എന്ന് എന്നോട് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തിനാണെന്ന്. അപ്പൊ അവിടെ എത്തിയ സമയത്താണ് അദ്ദേഹം ഭാര്യയെ വിളിക്കണം, വൈഫിനെ കൂട്ടണം എന്ന് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായത്. കാരണം ഒരു ബിസിനസ്സായിട്ട് ഞാനിതിനെ കാണുകയാണെങ്കിൽ എനിക്ക് ഭാര്യയുടെ സപ്പോർട്ട് വേണം. ഇനി ഭാര്യയാണ് ഇത് ബിസിനസ്സായിട്ട് കാണുന്നതെങ്കിൽ ഭാര്യയ്ക്ക് എൻ്റെ സപ്പോർട്ടും വേണം. ഇപ്പൊ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈക്വലൈസ് ചെയ്തിട്ടാണ് ഇപ്പൊ സാധനം പോകുന്നത്. എനിക്കും ബോധ്യപ്പെട്ട ഭാര്യക്കും ബോധ്യപ്പെട്ട ഒരു ഇൻഡസ്ട്രിയാണിത്. അതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ എൻ്റെ വീട്ടിലില്ല എന്നുള്ളതാണ്. അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്തും ഇന്നേ വരെ എൻ്റെ വൈഫോ അതുപോലെ തന്നെ കുട്ടികളോ എന്നെ ഒരൊറ്റ പ്രാവശ്യം പോലും എന്നെ കുറ്റപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. എൻ്റെ ചില തീരുമാനങ്ങളിൽ എടുത്തില്ല എന്നുള്ളതാണ് എന്നെ ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അന്നും ഇന്നും എന്നും. അങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. 2 പ്രൊഡക്റ്റാണ് വാങ്ങിയത്. 2 പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊരു വെൽഹാർട്ട് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങി. അതുപോലെ തന്നെ വുമൻ കമ്പനിയൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് എൻ്റെ വൈഫിന് വേണ്ടി വാങ്ങി. ഈ 2 പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിച്ച സമയത്ത് അമേസിങ് റിസൾട്ടാണ് വന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള റിസൾട്ടാണ്. ആദ്യമായിട്ട് ഇത് ഉള്ളിൽ കഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് ഒരു കാരണവശാലും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ആയുഷ് എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം, അതിന്റെ ക്വാളിറ്റി എനിക്കറിയാം, അതിന്റെ അതിനപ്പുറത്തേക്ക് ഒരു ക്വാളിറ്റി ഇന്ത്യയിൽ ആയുർവേദ രംഗത്തില്ല എന്നുള്ളതും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിട്ട് ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊന്ന് 60,000-70,000 സാലറി വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള വരുമാനം എന്ന് പറയുന്നത് ആഴ്ചയിൽ 1,200, 2,400, 12,000 വരെയെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. പക്ഷെ ഒരു കാരണവശാലും നമുക്ക് ആഴ്ചയിൽ വീക്കിലി ഇൻകം 60,000 ഉൾക്കൊള്ളാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. പിന്നെയല്ലേ 210 ഉൾക്കൊള്ളാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ബിസിനസ് ആയിട്ട് ഞാൻ കണ്ടില്ല. ഇത് ആർക്കെങ്കിലും കിട്ടിയതായിട്ട് എൻ്റെ കേരളത്തിലോ അല്ലെ കോഴിക്കോട് ജില്ലയിലോ 1000 രൂപ കിട്ടിയ വരുമാനം കിട്ടിയ ഒരാളില്ല. ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടാക്കിയ മനുഷ്യന്മാർ അത് വേറെ ഇല്ല. ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഒരു ഷോപ്പ് കേരളത്തിലില്ല. ആ സമയത്ത് ആ ബിസിനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നെഗറ്റീവായി കണ്ടത്. 1.5 വർഷത്തോളം ഞാൻ ഈ ബിസിനസ് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ സമയത്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു കൺസ്യൂമർ മൈൻഡാണ്. നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യന്റെ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ തന്നെ, പുതിയ ആളുകളൊക്കെ തന്നെ ഇപ്പോഴും നിൽക്കുന്നത് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്യൂമർ മൈൻഡിലാണ്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 2 മൈൻഡ് സെറ്റ് അല്ലേ നമുക്കുള്ളത്. ഒന്ന് ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അത് ബിസിനസ്സുകാർക്കുള്ളതാണ്. രണ്ടാമത്തെ മൈൻഡ് സെറ്റാണ് നമ്മൾക്ക് 90% ആളുകൾക്കുള്ളത്, അത് ഫിക്സഡ് മൈൻഡ് സെറ്റാണ്. ജോലി എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. അത് നമുക്ക് സൊസൈറ്റിയും നമ്മളെ വീടും സമ്മാനിച്ചതാണ്, നമ്മളെ രക്ഷിതാക്കളും സമ്മാനിച്ചൊരു കാര്യമാണ് അത്. കാരണം പഠിക്കുന്ന സമയത്തൊക്കെ തന്നെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ജോലി 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 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മാത്രമാണ്. ബിസിനസ് എന്ന് പറയുന്ന സാധനത്തിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിൽ അത് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നീട് എപ്പോഴാണത് 1.5 വർഷത്തിന് ശേഷമാണ് എൻ്റെ ആഴ്ച വരുമാനം എൻ്റെ മാസ വരുമാനം ബെൽനി സാറിന്റെ ആഴ്ച വരുമാനമായി മാറിയത്. ആ സമയത്താണ് ഞാൻ ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്നുള്ള രൂപത്തിലും ഇൻഡസ്ട്രി എന്നുള്ള രൂപത്തിലും ഒരു വ്യവസായം എന്നുള്ള രൂപത്തിലും ഒരു ബിസിനസ് എന്നുള്ള രൂപത്തിലും ഞാനിത് ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഞാൻ അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്ങുകളാണ്.
ആ ട്രെയിനിങ്ങുകളാണ് എന്നെ മാറ്റിമറിച്ചത്. എപ്പം ഞാൻ നെഗറ്റീവ് ആവുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംശയം വരുന്ന സമയത്തോ, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്തത് ട്രെയിനിങ് ആണ്. ആ ട്രെയിനിങ്ങുകളാണ് എന്നെ മാറ്റിമറിച്ചത്, അതിലൊരു സംശയവും. അങ്ങനെയാണ് ഞാൻ നമുക്ക് ഒരിക്കലും കിട്ടില്ലെന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ എന്റെ കൂടെ നിന്നവർ വിശ്വസിച്ചിരുന്ന ആഴ്ചയിൽ 2-10 എന്ന് പറയുന്ന വരുമാനത്തിലേക്ക് എത്താൻ എനിക്ക് പറ്റി. ഇന്ന് 5 കോടി പെർ മാച്ചിങ്ങിലുള്ള CTC എന്ന് പറയുന്ന ഒരു പ്രിസ്റ്റേജ് റാങ്കിലെത്താനും എനിക്ക് പറ്റി എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും അതിൽ സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് അത് നമുക്ക് കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് അത് കിട്ടില്ല എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിക്കാനുള്ള കാരണം? അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്നോടിപ്പോ നിങ്ങൾ ചോദിക്കുകയാണ് ഈ ഇൻഡസ്ട്രിയെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ട്രെയിനിങ് എല്ലാം എടുക്കുമ്പോൾ നമ്മൾ പറയുന്നൊരു ഉത്തരവുണ്ട്: ഇടത്തട്ടുകാരെ ഒഴിവാക്കുന്നു, പരസ്യക്കാരെ ഒഴിവാക്കുന്നു, എന്നിട്ട് നേരിട്ട് കൺസ്യൂമറുടെ നെറ്റ്വർക്ക് വഴിയാണ് ഉൽപ്പന്നങ്ങൾ യഥാർത്ഥ ഉപഭോക്താവിലേക്ക് എത്തുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ എന്ന് എനിക്കറിയില്ല. ഒരു പേസ്റ്റ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെ ചിന്തിച്ചിട്ടാണോ പേസ്റ്റ് കൊടുക്കുന്നത്? ഒരു കാരണവശാലും അല്ല. ഒരു 95 കൊടുക്കുന്ന സമയത്ത് പോലും ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ 8 വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറയാം. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരു കാരണവശാലും നമുക്ക് ലഭിക്കില്ലെന്ന്, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കിട്ടില്ലെന്ന്, നമ്മൾ സ്വപ്നം കാണുന്നത് എന്താണോ അത് നമുക്ക് ലഭിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുകയും, എന്നാൽ നമുക്ക് അത് മുഴുവൻ നേടിത്തരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ വിശദമായി പറയാം. സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മണി ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? സാമ്പത്തിക സ്വാതന്ത്ര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റൂ. പക്ഷെ അതിനെ പറ്റിയുള്ള ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. അത് മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. അത് കിട്ടും എന്ന് നമ്മൾ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. ഒരു കാറ്, അത് മറ്റുള്ളവരുടേതാണ്, നമുക്കത് ആഗ്രഹിക്കാനേ പറ്റൂ, വാങ്ങിയെടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ ചിന്താഗതിയാണ്. സക്സസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഗോൾ എന്ന് കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഈ ഗോൾ എന്ന് പറയുന്നത്, സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നിട്ടാണ് ആദ്യമായിട്ട് സക്സസ് നമുക്കുള്ളതാണ്, ഗോള് നമുക്കുള്ളതാണ്, നമ്മുടെ സ്വപ്ന ഭവനങ്ങൾ നമുക്കുള്ളതാണ്, സ്വപ്ന വെഹിക്കിൾ നമുക്കുള്ളതാണ്, സമ്പത്ത് നമുക്കുള്ളതാണ്, നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ച് തുടങ്ങിയത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അറ്റൻഡ് ചെയ്ത ട്രെയിനിങ്ങുകളുടെ ഫലമാണ്. അതിലൊരു സംശയമില്ല. ഇപ്പൊ ഇതിൻ്റെ അകത്ത് തുടക്കക്കാരായിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു വർഷത്തോളമൊക്കെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. അവരൊക്കെ മനസ്സിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും കാര്യങ്ങളൊക്കെ തന്നെ. ഇത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ, ഇതിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ. പക്ഷെ ഇപ്പോഴും അത് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ്. ഇന്ത്യയിൽ അതിന് ഏറ്റവും മഹത്തരമായ പ്ലാറ്റ്ഫോം ഒരുക്കിയ കമ്പനിയുടെ പേരാണ്, ആ കമ്പനിയിലാണ്, മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാനും നിങ്ങളും വർക്ക് ചെയ്യുന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നതാണ്. അത്രയും അഭിമാനകരമായിട്ടുള്ള 12 വർഷങ്ങൾ പൂർത്തിയാക്കി 13ാമത്തെ വർഷത്തിലേക്ക് വിജയത്തേരിലേറി കുതിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിന്റെ സിസ്റ്റം തന്നെയാണ്. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റുന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിമറിച്ച്, അല്ലെങ്കിൽ നമ്മളെ രൂപപ്പെടുത്തിയ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അതിൽ മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമേ അതിന് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പറ്റും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ്സിൽ തുടക്കക്കാരുണ്ടാവും. ആ തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ബിസിനസ് മെല്ലെ ചെയ്തു വരുന്നതാണ്. എന്നാൽ ഒരു TC ATC അതുപോലെ തന്നെ DTC എത്തുന്ന സമയത്ത് അവർക്കൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യങ്ങളും വരുന്ന സമയത്ത് നിർത്തിപ്പോവണമെന്നൊക്കെ തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാവാം. പല സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട്, പല കാലങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓരോ പ്രശ്നങ്ങൾ വരുന്നേരം, ഓരോ പ്രതിസന്ധി വരുന്ന സമയത്ത് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നമ്മൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റില്ലെന്ന് നമ്മൾ കരുതിയിരിക്കുന്ന
വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമ്മുടെ കൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. അതിലൊരു സംശയമില്ല. അതിനെ മറികടക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മൾ രൂപപ്പെടുന്ന, നമ്മുടെ മനസ്സിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ. പുതിയത് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു. അതായത് ചെറിയ വലിയ വലിയ വിജയങ്ങൾക്ക് പതനങ്ങൾ അത്യാവശ്യമാണ്. അദ്ദേഹം ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് കണ്ടുപിടിക്കുന്നതിന് 2900 ചില്ലാനം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് മുമ്പേ 700ഓളം പരീക്ഷണങ്ങൾ നടത്തി പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തിക്കൂടെ? 700 പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയില്ലേ? അന്നേരം അദ്ദേഹം പൊട്ടിച്ചിരിച്ചുകൊണ്ട് സഹപ്രവർത്തകരോട് പറഞ്ഞത് എന്താണെന്നറിയോ? 700 വസ്തുക്കൾ ബൾബ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. കാരണം അദ്ദേഹം ചിന്തിച്ചത് എപ്പോഴും അടഞ്ഞ വാതിലുകളെ പറ്റിയല്ല, തുറന്നു കിടക്കുന്ന വാതിലുകളെ പറ്റിയാണ്. അങ്ങനെ നമ്മൾ ഒരു പരാജയം സംഭവിക്കുന്ന സമയത്ത്, പിറകോട്ടടിക്കുന്ന സമയത്ത് തുറന്നിരിക്കുന്ന വാതിലുകളെ പറ്റി ചിന്തിക്കുകയും അതിനോടൊപ്പം സഞ്ചരിക്കുകയും അത് കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1900ഓളം വരുന്ന പാറ്റന്റ് വാങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആ രൂപത്തിലാണ്. അങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. കാരണം ഓരോ പരാജയപ്പെടുന്ന സമയത്തും അദ്ദേഹത്തിന്റെ പരീക്ഷണശാലയിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യമായിട്ട് പരീക്ഷണശാലയിലേക്ക് എത്തുന്നത് പോലെ വളരെ വളരെ വലിയ ആവേശത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി വരുമ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് ആവേശത്തോടു കൂടി നമ്മൾ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് മുന്നോട്ട് കുതിക്കാൻ പറ്റൂ. അതിലൊരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട. ഈ ബിസിനസ്സിനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വലിയ വലിയ സംഭവങ്ങളാക്കി മാറ്റിയിട്ടാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റില്ലേ. ഒന്ന് നമ്മൾ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലിസ്റ്റ് മേക്കിംഗ് ആണ്. എത്ര പേര് അത് ഉണ്ടാക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ചെയ്തോ എന്നുള്ളത് നോക്കണം. ലിസ്റ്റ് മേക്കിംഗ് ആണ്. അത് നമ്മൾ ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്നത് വളരെ നന്നായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് ആണ്. ഞാനൊന്ന് വെറുതെ ഓടിച്ചു പോവുകയാണ്. ഷോർട്ട് ലിസ്റ്റ് ആണ്. മൂന്നാമത്തെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ഷോ ദ പ്ലാൻ ആണ്. പ്ലാൻ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. നാലാമത്തത് ഫോളോ അപ്പ് ആണ്. ഈ കാര്യങ്ങളെ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. പിന്നെ അത് ഏറ്റവും പ്രധാനപ്പെട്ട റിക്രൂട്ട്മെന്റ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. പക്ഷേ റിക്രൂട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. എത്രത്തോളം നിങ്ങൾ റീറ്റെയിലിംഗ് ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് പുതിയ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുള്ള. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പം കണ്ടിട്ട് അല്ല 90% ആളുകളും ബിസിനസ്സിലേക്ക് വന്നത് പ്രൊഡക്റ്റിന്റെ റിസൾട്ടും ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇവിടുന്ന് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റും. ആളുകൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ദിവസങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണത്. കാരണം അതിന് നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടതെന്നാണ്, റീറ്റെയിലിങ്ങിന് അത്യാവശ്യമായിട്ട് വേണ്ടത് പ്രൊഡക്റ്റ് വേണം. ഒരു 25,000-50,000 പ്രൊഡക്റ്റ് എങ്കിലും നമ്മുടെ കയ്യിലില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ബിസിനസ്സുകാരനാന്ന് പറയാൻ പറ്റില്ല. ഇനി അത് മാത്രമല്ല, അടഞ്ഞു കിടക്കുന്ന ഷട്ടറുള്ള ഒരു കടകളിലും ഇന്നേ വരെ ഒരു കച്ചവടവും നടന്നിട്ടില്ല. അടഞ്ഞു കിടക്കുന്ന ഷട്ടറുള്ള ഒരു കടയിലും ഇന്നേ വരെ ഒരു കച്ചവടവും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൗത്ത്, അത് ഏത് സമയത്തും തുറന്നു വെക്കുകയും അതിങ്ങനെ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് പുതിയ അസോസിയേറ്റ്സിനെ കിട്ടൂ, പുതിയ സെല്ലിങ് നടക്കൂ, പുതിയ കച്ചവടം നടക്കൂ, നമുക്ക് പുതിയതായിട്ടുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂ. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യണമെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അത് സംസാരിക്കുക മാത്രമല്ല, നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ സാധാരണഗതിയിൽ എപ്പോഴും എല്ലാവരും ഫെയിലിയറിനെ പറ്റിയാ ചിന്തിക്കുക. അല്ല, സക്സസിനെ പറ്റി മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന കുറെ ആളുകളുണ്ട്. വെറും സക്സസേ ചിന്തിക്കും. പക്ഷെ സക്സസ് ചിന്തിച്ച് മാത്രം സഞ്ചരിക്കുന്ന ആളുകൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഉടക്കിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു പിറകോട്ടടി വന്നേക്കാം. അങ്ങനെയാണ് സാധാരണ പറയാറുണ്ട്. നമ്മൾ എത്ര കല്ലും മുള്ളുമുള്ള വഴികളിലൂടെ നമുക്ക് ഷൂസ് ധരിച്ച് നടക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ ധരിച്ചിരിക്കുന്ന ഷൂസിനുള്ളിൽ ചെറിയൊരു കല്ല് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റില്ല.
അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവോ കാര്യങ്ങളോ ഏതെങ്കിലും സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലേ. ആ മുന്നോട്ട് പോകാൻ പറ്റാത്ത സമയത്ത് മാത്രമല്ല, കാരണം ഈ ബിസിനസ് എന്ന് പറയുന്നത് പുതിയൊരു അനുഭവമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഈ അവസരം കേൾക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതം തന്നെയാണ്. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകൾ നിരന്തരമായിട്ട് നമുക്ക് എന്താണ് നെഗറ്റീവ് ഇങ്ങനെ വാരി വിതറുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് തളർത്താൻ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും, തളർത്താൻ നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടാവും, നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാവും, നമ്മുടെ നാട്ടുകാരുണ്ടാവും, ഒരുപാട് വ്യക്തികൾ നമ്മളെ തളർത്താൻ ഉണ്ടാവും. പക്ഷെ വിജയിക്കണമെങ്കിൽ നമ്മൾ ഒരൊറ്റൊരാൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. അതിനാദ്യം നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മളെ കളിയാക്കിയവരെ, നമ്മളെ കൂകി വിളിച്ചവരെ, നമ്മളെ പിറകോട്ട് വലിച്ചവരെ, നമ്മളെ തല്ലി ചതച്ചവരെ, മനസ്സുകൊണ്ട് തല്ലി ചതച്ചവരുടെ മുന്നില് ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്, വൻ വിജയം എന്ന് പറയുന്നത് മാസീവ് സക്സസ് ആണ്. വിജയിച്ച് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. ആ കാണിച്ചു കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. എന്താണ്? മൈക്കൽ ജോർദാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ കൃത്യമായിട്ട് പറഞ്ഞതുണ്ട്, ടു ലീഡ് ടു സക്സീഡ് യു മസ്റ്റ് ഫസ്റ്റ് ലേൺ ടു ഫെയിൽ എന്നാ പറയുന്നത്. നിങ്ങൾക്ക് വിജയം അനിവാര്യമാണെങ്കിൽ ആദ്യം നിങ്ങൾ പരാജയപ്പെട്ട് കാണിച്ചു കൊടുക്കണം. എല്ലാം നഷ്ടപ്പെട്ടവനെ തല്ലി തകർക്കാനോ തോൽപ്പിക്കാനോ പറ്റില്ല. അവൻ ഏറ്റവും ഇങ്ങനെ തറയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നവനെ ഇനി അങ്ങോട്ട് ചവിട്ടി താഴ്ത്താൻ പറ്റില്ല. പിന്നീട് അവിടുന്ന് അവന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നമ്മൾ കാണുന്നത്. ഒരു സംശയ കാര്യത്തിലില്ല. ഇവിടെ വൻ വിജയങ്ങൾ നേടിയിട്ടുള്ള ആളുകൾ, ബിജു വി.കെ. സാറിനെ എടുക്കൂ, ഉമർ ഉസ്താദിനെ നിങ്ങൾ എടുക്കൂ, നിങ്ങൾ അയ്യൂബ് സാറിനെ എടുക്കൂ, താഹിറ മേഡത്തിനെ എടുക്കൂ. ഇവിടെ വൻ വിജയം നേടിയിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ എന്താണ്, വൻ തകർച്ചയിൽ നിന്ന് വരുന്നവരാ. അപ്പൊ തകർച്ച എന്നുള്ള പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആണ് ഉത്തരം. നിങ്ങൾ വിചാരിക്കും ഇത് അപ്പാട് തകർന്ന് തരിപ്പണമായെന്ന്. തകർച്ച എന്ന് പറയുന്നത് അവന്റെ മനസ്സിൽ കേറിക്കൂടിയിട്ടുള്ള നെഗറ്റീവിനെയാണ് തകർച്ച എന്ന് പറയുന്നത്. ഒരു സംശയമില്ല. ഞാൻ അയ്യൂബ് സാറിന്റെ ഒരു എക്സ്പീരിയൻസ് മുമ്പ് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അയ്യൂബ് സാറ് പരിചയപ്പെടുത്തിയ വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയെ പറ്റി വർഷങ്ങൾക്ക് മുമ്പ് ആരോ ബിസിനസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്നിട്ട് അത് നിർത്തിപ്പോയതാണ്. പിന്നീട് അയ്യൂബ് സാറ് വന്നിട്ടാണ് അദ്ദേഹത്തെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് വൻ വിജയങ്ങളിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം എന്താ വെച്ചാൽ, കൊണ്ടുവന്ന വ്യക്തികൾ എത്രത്തോളം പോസിറ്റീവ് ആയിരിക്കുന്നുവോ, എത്രത്തോളം എനർജറ്റിക് ആയിരിക്കുന്നുവോ, എത്രത്തോളം റെജീന മേഡം, യെസ് റെജീന മേഡത്തിന്റെ എക്സ്പീരിയൻസ് ഞാൻ കേട്ടത്. അതെന്നോട് എന്നെ ഏറ്റവും കൂടുതൽ അതങ്ങനെ ഓർമ്മിക്കണമെങ്കിൽ എത്രയോ കാലം മുമ്പേ കേട്ടൊരു എക്സ്പീരിയൻസാ. കാരണം അത് നമുക്ക് തന്ന പാഠങ്ങൾ, ചില ആളുകളുടെ വാക്കുകളും ചില വ്യക്തികളുടെ എക്സ്പീരിയൻസും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എന്താണ് മായാതെ കിടക്കൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. റെജീന മേഡം മുമ്പ് നിർത്തിപ്പോയതാണ്, ഇന്ന് വൻ വിജയങ്ങളിലേക്ക് കുതിക്കുന്ന ഒരു ലേഡിയാണത്. ആ മേഡത്തിന്റെ എക്സ്പീരിയൻസാണ് ഞാൻ കേട്ടത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ബിസിനസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൽ ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റുന്ന ബിസിനസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് സെല്ലിംഗ്. പെട്ടെന്ന് തുടങ്ങാൻ പറ്റൂ, അതുപോലെ തന്നെ നിർത്തിപ്പോവാനും പറ്റൂ. ഈ തുടങ്ങാനും നിർത്തിപ്പോവാനും പറ്റും, അതാർക്കും പറ്റുന്നതാണ്. എന്നാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. ഏതൊരു ബിസിനസ്സും അങ്ങനെയാണ്. ട്രഡീഷണൽ ബിസിനസ് ആയി കഴിഞ്ഞാലും ഡയറക്റ്റ് സെല്ലിംഗ് ആയി കഴിഞ്ഞാലും അത് നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവെന്ന് പറയുന്നത്. അതിന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താണ് പഠിച്ചിരിക്കേണ്ട കാര്യം. അതിനാദ്യം നമ്മൾ ബിലീഫ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബിലീഫ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യം അവനവനെ ഒന്ന് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ബിലീവ് ഇൻ എന്താണ് മൈസെൽഫ് എന്നുള്ളതാണ്. നമ്മൾ ആദ്യം നമ്മളെ ഒന്ന് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. എന്ത് കാര്യമായി കഴിഞ്ഞാലും നമ്മളെ വിശ്വസിപ്പിക്കുക. ഐ ക്യാൻ എനിക്കത് പറ്റും എന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ അത് പറ്റും എന്ന് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ, ഏതൊരു കാര്യമാണോ നമ്മൾ തീരുമാനിച്ച് വെറുതെ വീട്ടിലിരിക്കുന്നതല്ല, പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് കൃത്യമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ, എന്താണ് പൗലോ കൊയ്ലോ പറഞ്ഞതുപോലെ, നമ്മുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ലോകം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു സംശയ കാര്യത്തിലില്ല. കാരണം നിങ്ങളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ലീഡേഴ്സിന്റെ ഒരു
പട തന്നെയുണ്ട്, ഒരു സിസ്റ്റം തന്നെയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനനുസരിച്ചിട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളെ ഏറ്റവും വലിയ പണി ഈ അപ്ലൈൻ ലീഡർ കുറ്റം പറഞ്ഞു നടക്കുക എന്നുള്ളതാണ്. മെയിൻ കലാപരിപാടി അതാണ്. എന്ത് വന്നു കഴിഞ്ഞാൽ അപ്ലൈന്റെ തലയിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഏർപ്പാടാണ്. ഇതുകൊണ്ടൊന്നും നമ്മൾ രക്ഷപ്പെടുവൊന്നുമില്ല, ഒരു സംശയം നിങ്ങൾ വിചാരിക്കണ്ട. കാരണം ഇന്ന് നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളെ നിങ്ങൾ ഒരു ലീഡറാണ്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലായിക്കോ. ഒരു കാരണവശാൽ അപ്ലൈൻ ലീഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രയും വാല്യൂ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അപ്ലൈൻ ലീഡർ. ബെല്ലി സാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അദ്ദേഹം ഒരു അപ്ലൈൻ ബിസിനസ്സിലെ അപ്ലൈൻ ലീഡർ മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടതിന് ശേഷം, എന്റെ ഫാമിലിയായിട്ട് അദ്ദേഹം കണക്ട് ചെയ്യപ്പെട്ടതിന് ശേഷം, എനിക്കോ എന്റെ ഫാമിലിയിലോ കുട്ടികൾക്കോ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മാത്രമല്ല എന്റെ ഭാര്യയും എന്റെ കുട്ടികളും വിളിക്കുന്ന ഒരു വ്യക്തിയുടെ പേരാണ് ബെല്ലി സാർ എന്ന് പറയുന്നത്. അയാൾ അപ്ലൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് അതുക്കും മേലെ എന്തോ ആണ്. ആ രൂപത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലീഡറെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബിസിനസ്സിൽ സക്സസ് ആവും, ഒരു സംശയവും കാര്യത്തിലില്ല. ആ രൂപത്തിൽ കണ്ടാലേ നമുക്ക് സക്സസ് ആവും. പിന്നീട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ബിസിനസ്സിലെ വലിയ വലിയ സാമ്രാജ്യങ്ങൾ വരെ തകർന്നു തരിപ്പണമായത് ആളുകളുടെ വാക്കുകൾ കൊണ്ടാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപത്തിലേക്ക് വരും, പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും പറഞ്ഞാലും ആ രൂപത്തിലേക്ക് വരും. അതിന് ഞാൻ എന്താ കാര്യം എന്ന് പറഞ്ഞു നോക്കിയാൽ, അതിനെനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താന്ന് പറഞ്ഞു നോക്കിയാല്, ഞാൻ കൂടുതലായിട്ട് അങ്ങനെ ആഴത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ ഇങ്ങനെ പുറമോടി ഇങ്ങനെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ആഴത്തിലേക്ക് പോകണമെങ്കിൽ ഈ 1 മണിക്കൂർ അല്ലെ 3/4 മണിക്കൂറൊന്നും മതിയാവില്ല എന്ന് എനിക്കറിയാം. എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ പിറകോട്ടടിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ബിസിനസ് നിർത്തിപ്പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ പിറകോട്ടടിക്കുന്നത്. അല്ലാതെ കമ്പനിയുടെ കുഴപ്പം കൊണ്ടോ പ്രൊഡക്റ്റിന്റെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടോ എന്നല്ല ആളുകൾ ഇത് നിർത്തിപ്പോകുന്നത്. ആളുകൾ നിർത്തിപ്പോകുന്ന കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരവരുടെ മാനസികാവസ്ഥയും അവരവരുടെ മനസ്സിൽ മാറ്റം വരുത്താത്തത് കൊണ്ടാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവനവന്റെ മനസ്സിൽ വരുന്ന മാറ്റമാണ് അവരവരുടെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അവരവരുടെ മനസ്സിൽ വരുന്ന മാറ്റമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. കമ്പനിയും കാര്യങ്ങളും ഒക്കെ തന്നെ ഓക്കെയാണ്. എന്ത് കമ്പനി ഓക്കെ ആയി കഴിഞ്ഞാൽ അവരവരുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുത്തിയില്ലെങ്കിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിന്ന്, നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് 24 മണിക്കൂറും നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. അങ്ങനെ മാറിക്കഴിഞ്ഞാലേ നമുക്ക് സ്വാഭാവികമായിട്ടും രക്ഷപ്പെടാൻ പറ്റൂ. അങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ കുറ്റം പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് മറ്റുള്ളവരെ ഇങ്ങനെ തള്ളിപ്പറയുന്നത്, മറ്റുള്ളവരെ പഴിക്കുന്നത്, അത് പറയാ ഇത് പറയാ എന്ന് പറയുന്ന ഒരൊറ്റ പ്രയാസങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് തകർന്നു പോകുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. അതിന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം. സ്റ്റോറി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ എഴുത്തുകാരനും വലിയ വലിയ സംഭവമായിട്ടുള്ള സോക്രട്ടീസ് എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അരിപ്പ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അരിപ്പ. ആ സോക്രട്ടീസിന്റെ അരിപ്പ എന്ന് പറയുന്ന കഥയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ദിവസം അദ്ദേഹം കോലായിൽ നിൽക്കുന്ന സമയത്ത്, കോലായിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തിനെ പറ്റി, സോക്രട്ടീസിന്റെ സുഹൃത്തിനെ പറ്റി ഞാൻ ചിലത് കേട്ടിട്ടുണ്ട്, ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കട്ടെ എന്ന് ചോദിച്ചു. ആ പങ്കുവയ്ക്കട്ടെ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കാം, അതിനുശേഷം നിങ്ങൾ എന്നിലേക്ക് അത് പങ്കുവെച്ചാൽ മതി എന്ന്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ എന്റെ സുഹൃത്തിനെ പറ്റി കേട്ടത് സത്യമാണോ? അയാൾ പറഞ്ഞു സത്യമല്ല. രണ്ടാമതായിട്ട് അദ്ദേഹം ചോദിച്ചത്, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം നല്ല കാര്യമാണോ എന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം ചോദിച്ചത്, അതിനെപ്പറ്റി നീ എന്നോട് സംസാരിക്കുന്ന സമയത്ത് എനിക്കോ നിനക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഗുണം കിട്ടുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ സോക്രട്ടീസ് ഇത് പറഞ്ഞത് ഇതാണ്, കേട്ട കാര്യം സത്യമല്ല, നല്ല കാര്യവുമല്ല, എനിക്കും നിനക്കും അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും കിട്ടില്ല. അത് ബാക്കി എന്താണെന്നുള്ളത് ഞാനിപ്പോ പറയുന്നില്ല, അത് നിങ്ങൾ തന്നെ അങ്ങ് ഊഹിച്ചെടുത്താൽ മതി. കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സ്റ്റോറി എനിക്ക് കേൾക്കണ്ട എന്നുള്ളതാ. ഈ ഒരു തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പ്രശ്നങ്ങൾ പാതി അവസാനിച്ചു. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഞാൻ വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് എന്താണ് ലിസ്റ്റ് മേക്കും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആളുകളോട് ഈ ബിസിനസ് പറയാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് പറയാനുള്ള ഏറ്റവും നല്ല ഒന്നാമത്തെ ചോയ്സ് ഏതാണ്? നിങ്ങളിപ്പോ മനസ്സിലാക്കുന്ന ഒന്നാമത്തെ ചോയ്സ് അവരവരുടെ വീടുകളിൽ ചെന്ന് സംസാരിക്കുക എന്നുള്ളതല്ലേ? എന്നാൽ അതല്ല.
അതിന്റെ ഒന്നാമത്തെ ചോയ്സ്, ഒരാളെ ബിസിനസ് ബോധ്യപ്പെടുത്താനും അവരെ ബിസിനസ് പറയാനും അവരെ ബോധ്യപ്പെടുത്താനും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് GTS സെന്ററാണ്. GTS സെന്ററിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ? സുരേഷ് പന്നണന്റെ സ്പീച്ചല്ല, ബെല്ലി സാറിന്റെ സ്പീച്ചല്ല, ശൈലേഷ് ബാലൻ സാറിന്റെ സ്പീച്ചല്ല, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. അവർക്ക് കേൾക്കേണ്ടതും കേട്ട് വിശ്വസിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ TC ആയിട്ടുള്ള ATC ആയിരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയ മീറ്റിംഗ് സെന്ററുകളിൽ സ്റ്റാർ ആയിരിക്കുന്ന റൂബി ആയിരിക്കുന്ന ആളുകളുടെ എക്സ്പീരിയൻസ്, അതവരുടെ കട്ട് ടച്ചിങ് ആണ്. ഹൃദയസ്പർശിയായിരിക്കും അവരുടെ സ്റ്റോറി എന്ന് പറയുന്നത്. അതിന് എന്തില്ല, ഏച്ചുകൂട്ടലുകളില്ല, സത്യസന്ധമായ വാക്കുകളായിരിക്കും. അതിന് വേറെ എന്താണ്, ഇങ്ങനെ പൊടിപ്പും തൊങ്ങലുണ്ടാവില്ല. അവരുടെ വരുമാനത്തെ പറ്റി, അവരുടെ പ്രൊഡക്റ്റിന്റെ റിസൾട്ടിനെ പറ്റി അവർ പച്ചയായി സംസാരിക്കുന്നു. ആ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഒരു ബിസിനസ് ക്ലോസിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന സ്ഥലത്ത് നാം കേൾക്കുന്ന വ്യക്തിയേക്കാൾ താഴെ തട്ടിലുള്ള ആളുകൾ ഇത് ചെയ്ത് വിജയിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ലോകത്ത് ഒരു സ്ഥലത്തും ഈ ബിസിനസ്സിന് കൊടുക്കാൻ പറ്റില്ല. ഒരു സ്ഥലത്തും കൊടുക്കാൻ പറ്റില്ല. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്, ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാനാണ്, സ്റ്റാർട്ട് ചെയ്യാനാണ് ഏതൊരു വ്യക്തിക്കും ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. ഏറ്റവും നല്ല ബിസിനസ് ചെയ്യാൻ എന്താണെന്നറിയോ, അവൻ തുടക്കത്തിലെ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള, എനിക്കിത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാ. അവിടെയാണ് നമ്മളെക്കാൾ താഴെ തട്ടിലുള്ള ആളുകൾ ഇത് ചെയ്ത് വിജയിപ്പിക്കുന്നത്. അപ്പൊ അവന്റെ മനസ്സിലേക്ക്, അവളുടെ മനസ്സിലേക്ക് വരുന്ന ഉത്തരം എന്താണെന്നാ, ഇവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചോയ്സ് അതാണ്. GTS സെന്റർ തന്നെയാണ് നിങ്ങളും ഞാനും ഉപയോഗിക്കേണ്ടത്, ആ സെന്ററാണ്. രണ്ടാമത്തെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോം മീറ്റിംഗ് ആണ്. ഹോം മീറ്റിംഗ് കേൾക്കുന്ന സമയത്ത് ഇന്ന് അന്യം നിന്ന് പോയൊരു സാധനമാണ്. അയ്യൂബ് സാറേ എന്താണെന്നറിയില്ല, നിങ്ങളുടെ ടീമിലെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല. പൊതുവെ ഹോം മീറ്റിംഗ് ആണ് രണ്ടാമത് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത്. ഹോം മീറ്റിംഗാ. ഹോം മീറ്റിംഗ് ഒഴിവാക്കിക്കൊണ്ട് ഈ സാധനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ എത്ര ഹോം മീറ്റിംഗ് നടത്താം ഒരാൾക്ക്? സാധാരണഗതിയിൽ ഒന്നെങ്കിലും നടത്തി കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹോം മീറ്റിംഗിന്റെ ഒരു സ്റ്റോറി ഞാനങ്ങ് പറഞ്ഞുതരാം. ഹോം മീറ്റിംഗിന്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നടത്തിയത് 3 ഹോം മീറ്റിംഗാ. ആദ്യത്തെ ഹോം മീറ്റിംഗിൽ പങ്കെടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ WTC, അന്നത്തെ ഒന്നുമല്ല കേട്ടോ. ഇന്നത്തെ WTC, അന്നത്തെ ഒന്നുമല്ല, ബെല്ലി സാറാണ്. രണ്ടാമത്തെ നടത്തിയത് ഇന്നത്തെ ITC ആണ്, അപ്കമിങ് WTC ആയിട്ടുള്ള ശൈലേഷ് സാറാണ്. അന്നും ഇന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ പ്രൊജക്ടർ ഉണ്ട്. എന്റെ നാട്ടുകാർ, വേളത്തുകാർ പ്രൊജക്ടർ കണ്ട് പേടിച്ചു പോയെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് വർഷങ്ങൾക്ക് മുമ്പേ ആണ്. മൂന്നാമത്തെ ഹോം മീറ്റിംഗ് നടത്തിയതും ബെല്ലി സാറാണ്. ഈ 3 ഹോം മീറ്റിംഗിലും 32 പേര് പങ്കെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിന്റെ നെഗറ്റീവ് ഒന്ന് പറയാം. 32 പേര് പങ്കെടുത്തിട്ടുണ്ട്. 32 പേര് പങ്കെടുത്തതിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസിനെ പറ്റി അവർ കേൾക്കുന്നത്, ആദ്യമായിട്ടാണ് അവർ ആയുഷ് കേൾക്കുന്നത്, ആദ്യമായിട്ട് ആണ് ഒരു എന്താണ് അവരുടെ മനസ്സിലേക്ക് വന്ന ഒരു മരുന്ന് വിൽപ്പന, നടന്നു വിൽക്കുന്ന ഒരു സിസ്റ്റം അവർ കാണുന്നത് ആദ്യമായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഈ രൂപത്തിലുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ബെല്ലി സാർ പറയുന്നത്. ഇതൊന്നും ഒരു കാരണവശാലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ദൈവം സഹായിച്ചിട്ട് ഒരൊറ്റ പേസ്റ്റ് പോലും അവര് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ല എന്നുള്ളത്. 50,000 പേസ്റ്റും കൊണ്ടാണ് ഞാൻ നടന്നത്. 50,000 പ്രൊഡക്റ്റ് എടുത്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് വന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ട് ഇന്ന് ബിസിനസ്സിൽ നിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. ആ 32 പേരും എന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റും വാങ്ങില്ല എന്നുള്ളതാണ്. ആ ഒരൊറ്റ വാശിപ്പുറത്താണ് ഞാൻ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായത് 1.5 വർഷത്തിന് ശേഷം. അതായത് അത് ഫിസിക്സിൽ ഒരു തിയറി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും എന്താണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു റബ്ബർ പന്ത് എത്ര ഫോഴ്സിൽ നമ്മൾ താഴോട്ടടിക്കുന്നുവോ അതിന്റെ 10 മടങ്ങ് ഫോഴ്സിൽ അത് മേലോട്ട് വരും. അപ്പൊ നമ്മളെ കളിയാക്കുന്നവരെയും നമ്മളെ തരം താഴ്ത്തി കെട്ടുന്നവരെയും ചവിട്ടി താഴ്ത്തുന്ന ആളുകളുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഒറ്റ തീരുമാനം കൊണ്ടാണ് ഇന്ന് CTC എന്ന് പറയുന്ന റാങ്കിൽ ഞാൻ നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ ഭാവി തീരുമാനിക്കേണ്ടത് മറ്റുള്ളവരെ അല്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണം. നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾക്ക് വേണ്ടി എന്താണ് കാര്യങ്ങൾ തീരുമാനിക്കുവാനും നമ്മളെ രക്ഷപ്പെടുത്താനും ഒരാളും വരില്ല.
ഒരാളും വരില്ല, ഒരു സംശയവും നിങ്ങൾക്കില്ല. പക്ഷെ നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ട് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ലൈഫില് മിറാക്കിൾ ഹാപ്പൻഡ്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ദൈവം. അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഇതിനു വേണ്ടി ഒരുമ്പട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തില് മിറക്കിൾ സംഭവിക്കൂ, അത്ഭുതങ്ങൾ സംഭവിക്കൂ. നമ്മൾക്ക് വേണ്ടി പണിയെടുക്കണം. കാരണം എന്തുകൊണ്ടാണെന്നറിയാം, നമ്മൾ സാധാരണക്കാരാണ്, മിഡിൽ ക്ലാസ് ആണ്. നമ്മളെ ഒരു കാര്യം എവിടെ ആരും ചർച്ച ചെയ്യില്ല, എവിടെയും ചർച്ച ചെയ്യില്ല. നമ്മളാണ് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ അനുഭവിക്കുന്ന ആളുകൾ. നമ്മളതാണ് ഇത് ഏറ്റവും കൂടുതൽ എന്താണെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന ആരെങ്കിലും പറ്റി സർക്കാർ ചർച്ച ചെയ്തിട്ടുണ്ടോ? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ പറ്റി ചർച്ച ചെയ്തിട്ടുള്ളൂ. അതിന്റെ മേലോട്ടുള്ള മിഡിൽ ക്ലാസിനെ പറ്റി ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇനി അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഗോകുലം ഗോപാലൻ ചേട്ടൻ, അതുപോലെ മറ്റുള്ള ആളുകൾ, യൂസഫ് അലി സാർ എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവരെ പറ്റിയും ചർച്ച ചെയ്യാൻ ആളുകളുണ്ട്. അവരുടെ പുതിയ ബിസിനസിനെ പറ്റി, അതിന് അവസരം ഒരുക്കി കൊടുക്കുന്നതിന്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന്, അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി, ഇതൊക്കെ തന്നെ ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട്. നമ്മൾക്ക് ആരുമില്ല. നമ്മൾക്ക് നമ്മൾ മാത്രമേ എന്നുള്ള ചിന്ത വേണം. നമ്മൾക്ക് രക്ഷപ്പെടാൻ ഈ ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഒരു ലോകം നമുക്കില്ല എന്നുള്ള ഒരു ചിന്തയും കൂടി നമുക്ക് വേണം. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സക്സസ് ആവുമോ? സാധാരണക്കാരൻ ഇതിൻ്റെ അകത്ത്, മിഡിൽ ക്ലാസിൻ്റെ അകത്ത് സക്സസ് ആവുമോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളില്ലേ? നിങ്ങൾ ലോകത്തിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നാണെന്നറിയോ? നിങ്ങൾ കോഴിക്കോട് ജില്ലയിലെടുത്തോളൂ, കേരളത്തിലെടുത്തോളൂ, കേരളത്തിന് പുറത്തെടുത്തോളൂ, ഇന്ത്യക്ക് പുറത്തെടുത്തോളൂ, ഏതൊരു വ്യക്തികളും ഇന്ന് ലോകം കീഴടക്കിയിട്ടുള്ള, സാമ്പത്തികമായിട്ട് മെച്ചപ്പെട്ടിട്ടുള്ള, ലോകം കീഴടക്കിയിട്ടുള്ള, ലോക കോടീശ്വരന്മാരായിട്ടുള്ള, അല്ലെങ്കിൽ കേരള കോടീശ്വരന്മാരായിട്ടുള്ള, ഇന്ത്യൻ കോടീശ്വരന്മാരായിട്ടുള്ള ആളുകളൊക്കെ നിങ്ങൾ എടുത്തോ, അവരൊക്കെ തന്നെ വരുന്നത് ബിഗ് സീറോയിൽ നിന്നാണ്. ബിഗ് സീറോയിൽ നിന്നാ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 സ്റ്റോറി ഞാൻ പറഞ്ഞു തരാം. ബിഗ് സീറോയിൽ നിന്ന് വരുന്നവരാ. നമ്മളെ പോലെ തന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് വരുന്നതാണ്. നാട്ടിക എന്നുള്ള ഗ്രാമത്തിൽ നിന്ന്, ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ നിന്ന് നമ്മൾ സാധാരണ ഗൾഫിലേക്ക് പോകില്ലേ? ഇതിനകത്ത് ഗൾഫ് പോയിട്ടുള്ള കുറെ ആളുകളില്ലേ? അതുപോലെ തന്നെ ഗൾഫിൽ പോയ ഒരു വ്യക്തിന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. നാട്ടിക എന്നുള്ള ഗ്രാമത്തിൽ നിന്ന്, ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ നിന്ന്, സ്വന്തം ഫാമിലിയിൽപ്പെട്ട ഒരു വ്യക്തി കൊടുത്തൊരു വിസയിൽ ഗൾഫിലേക്ക് എത്തിയ സമയത്ത് കൊടും ചൂടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അവിടെ എത്തിയ സമയത്ത് ഒരു ഗോഡൌണിൽ ജോലി കിട്ടി. അവിടെയുള്ള ചാക്കുകെട്ടുകളും അതുപോലെ തന്നെ അവിടുത്തെ കാർഡ്ബോർഡ് കാർട്ടൂണുകളും തലയിൽ ചുമന്ന് വർഷങ്ങൾ തള്ളി നീക്കിയ ഒരു മനുഷ്യരുണ്ടായിരുന്നു. സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന കാശുകൾ മുഴുവൻ കൊണ്ട് അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഗൾഫ് യുദ്ധം വന്നു. ഉള്ളത് മുഴുവൻ തകർന്ന് തരിപ്പണമായി നിന്നു. ആ തരിപ്പണമായി നിന്ന സമയത്ത് അദ്ദേഹം എഡിസൺ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമ്മളുടെ അബദ്ധങ്ങൾ മുഴുവൻ കത്തിച്ചാമ്പലായിരിക്കുന്നു, പുതിയത് തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്ന് തീരുമാനിച്ച് വീണ്ടും അദ്ദേഹത്തിന്റെ ബിസിനസ് പടിയായി അദ്ദേഹം മെല്ലെ മുമ്പോട്ട് കൊണ്ടുപോയി. ഇന്ന് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും ഏറ്റവും വലിയ ആശ്രിതനായി, സൂപ്പർ മാർക്കറ്റുകളിൽ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഷോപ്പിംഗ് മാൾ എന്ന പേരിട്ട് വിളിച്ച് ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലുലു എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തത് ഈ സാധാരണക്കാരനായിട്ടുള്ള യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. യൂസഫ് അലി എന്ന് പറയുന്ന വ്യക്തിയാ ബിഗ് സീറോയിൽ നിന്ന് വരുന്ന. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട. ഇതേ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ടെന്നേ. ഇതേ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഇതിലും മഹത്തരമായ ഓപ്പർച്യൂണിറ്റി നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ യൂസഫ് അലി സാറാണ് എന്നെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ കേട്ട സമയത്ത് ഞാൻ ഈ ബിസിനസ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തിരുന്നു. ആ കണക്ട് ചെയ്ത് എത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് 24 മണിക്കൂറുണ്ട് ഇല്ലേ? ശരിയല്ലേ? എനിക്ക് 24 മണിക്കൂറുണ്ട്. യൂസഫ് അലി സാറിനും 24 മണിക്കൂറുണ്ട്. ഗോകുലം ഗോപാലൻ ചേട്ടന് 24 മണിക്കൂറുണ്ട്. അദാനിക്ക് 24 മണിക്കൂറാണ്, അംബാനിക്ക് 24 മണിക്കൂറാണ്. എന്നിട്ട് അവരങ്ങനെ, നമ്മളിങ്ങനെ. അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. അത് ടൈം ലിവറേജ് എന്ന് പറയുന്ന ഒരു സാധനം അവർ കണ്ടെത്തിയതാണ്. അവർ കണ്ടെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് അവർ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. അല്ലാതെ ഈ രൂപത്തിലേക്ക് മാറ്റിമറിയും എന്ന് വിചാരിച്ചൊന്നും കച്ചവടം തുടങ്ങിയ ആളുകളൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ വലിയ ലുലു മാൾ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ എനിക്ക് പറ്റും എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെയൊന്നുമല്ല അയാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു സാധാരണക്കാർ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഗൾഫിൽ പോയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താണ്. പിന്നെ അത് ക്ലച്ച് പിടിച്ച് വരുന്ന സമയത്താണ് അദ്ദേഹം കൂടുതൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ അവരുപയോഗിച്ച ഒരു സിസ്റ്റമാണ്, ഒരു തിയറിയാണ് ടൈം ലിവറേജ് എന്ന് പറയുന്നത്.
നമ്മൾ ഒറ്റയ്ക്ക് പണിയെടുക്കുന്നു 10 മണിക്കൂർ. ആ 10 മണിക്കൂറിൽ നിന്ന് എന്ത് കിട്ടും? ആ വരുമാനം. അതിനപ്പുറത്തേക്ക് നമുക്ക് സ്വപ്നത്തിന് ഒരു സാധ്യതയില്ല, മറ്റൊരു ലക്ഷ്യത്തിനും ഒരു സാധ്യതയില്ല. ഒരു സംശയവും കാര്യത്തിലില്ല. ഒരു സാധ്യതയില്ല. ഞാൻ 10 മണിക്ക് 5 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനം കിട്ടും. അത് 8 മണി തൊട്ട് രാത്രി 8 മണി വരെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു വരുമാനം കിട്ടും. പിന്നെ എന്റെ വരുമാനം കൂട്ടണമെങ്കിൽ എന്റെ സമയം കൂട്ടണം. എന്റെ സമയം കൂട്ടണമെങ്കിൽ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂട്ടണം. ആ എണ്ണം കൂട്ടി നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ അതില്ല. അങ്ങനെ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ആളുകളുടെ സമയം വർദ്ധിപ്പിക്കാനും സമയം ഇരട്ടിപ്പിക്കാനും നമ്മുടെ വർക്കിംഗ് അവർ കൂട്ടാനും ലോകത്തൊരൊറ്റ ഇൻഡസ്ട്രി ഉള്ളൂ. ആ ഇൻഡസ്ട്രിയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, ആ ഇൻഡസ്ട്രി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ആണ്. പക്ഷെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ, കാരണം നമ്മൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ പറയൂ. എന്തുകൊണ്ടാണെന്നറിയോ? നാട്ടിൽ ഒരുപാട് മണി ചെയിൻ കമ്പനികളുണ്ട്. നാട്ടിൽ ഒരുപാട് പറ്റിക്കൽ പ്രസ്ഥാനങ്ങളുണ്ട്. ഇതിലൊന്നും പെടാതെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ദൈവതുല്യനായിട്ടുള്ള ഒരു മനുഷ്യനില്ലേ, ആ മനുഷ്യൻ നമ്മളെ കൊണ്ടെത്തിച്ച പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, മൈ ലൈഫ് എന്ന് പറയുന്നത്. അവർക്ക് നിങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാറിക്കോരി തരാൻ കമ്പനി തയ്യാറാണ്. കാരണം എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2014 കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ബുധനാഴ്ച ഉണ്ട് എന്ന് എനിക്കിപ്പോ എണ്ണിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരൊറ്റ ബുധനാഴ്ച പോലും കമ്പനിയുടെ വരുമാനം മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആരുടെയെങ്കിലും വരുമാനം എന്താണ്? ബുധനാഴ്ചയായിട്ട് 5 മണിയാ നേരം ഏതെങ്കിലും ലീഡർ നിങ്ങളോട് പറഞ്ഞോ, ഈ ആഴ്ച കമ്പനി ലേശം ടൈറ്റിലാണേ, ഈ ആഴ്ച കുറച്ച് ടൈറ്റാണ്, അടുത്ത ആഴ്ച എടുക്കുക പറഞ്ഞോ നിങ്ങളോട്? പെയർ മാച്ചിങ്ങിന് കൃത്യമായിട്ട് 4:30-5 മണിക്ക് നിങ്ങളുടെ എന്താണ് ഫോണിലേക്ക് ക്ലിങ് എന്ന് പറയുന്ന ഒരു സൗണ്ട് വന്നില്ലേ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബീപ് ശബ്ദം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 5 മണിക്കുള്ള ആ സൗണ്ട് തന്നെയാ. അതിന് വർക്ക് ചെയ്യണം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ട പണിയെടുക്കണം, വെറുതെ കയറി വരില്ല. അങ്ങനെയുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ ടൈം ലിവറേജ് കൂട്ടാനുള്ള, സമയം കൂട്ടാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിലുള്ളത്. ഒരു സംശയം വിചാരിക്കണ്ട. അപാരമായ സാധ്യത ഉള്ളതാണ്. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, വാക്കുകൾക്ക് അതീതമാണ്. നമുക്ക് നിങ്ങളിത് കൃത്യമായിട്ട് ഈ സാധനത്തിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എന്താണ് എത്ര 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 വ്യക്തികളുണ്ടെന്ന് എനിക്കറിയില്ല. ഏകദേശം 400ഓളം വരുന്ന വ്യക്തികളില്ലേ, നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അത്രത്തോളൊന്നും നമ്മുടെ മനസ്സ് വലുതായിട്ടില്ല. കമ്പനിയുടെ വിഷനോടൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ബെല്ലി സാർക്ക് പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടില്ല. അതുക്കും മേലെയാണ് കമ്പനി, അതുക്കും മേലെയാണ്. കാരണം ഒരു മാസത്തിൽ 1 കോടി വരുമാനമേ ഇപ്പൊ കമ്പനി കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. എന്നാൽ ഇനി അങ്ങോട്ട് വരുന്ന അത്ഭുതങ്ങൾ എന്തെല്ലാണ്? വലിയൊരു സംഭവമായിട്ട് സാധനം മാറുന്നല്ലേ. ഇനി ഇതിന്റെ സിമ്പിൾ ലോജിക്ക് എന്താണ്? നമ്മളോട് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ റീറ്റെയിലിംഗ് ചെയ്യൂ, നിങ്ങൾ മറ്റുള്ള ആളുകളെ ബിസിനസ് കൊണ്ടുവരൂ, ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. അതിന്റെ സിസ്റ്റവും കാര്യമൊക്കെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മള് ഇപ്പോ ലുലു മാളിൽ ചെന്ന് കഴിഞ്ഞാല്, നിങ്ങളുടെ ഏറ്റവും അടുത്ത സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാല് നിങ്ങൾക്കൊരു കാർഡ് തരും. 20 റുപ്യോ 30 റുപ്യോ ഞാൻ കൊടുക്കണം അതിന്. ആ കാർഡ് പുണ്യം കിട്ടാൻ വേണ്ടി തരുന്നതല്ല. ആ കാർഡ് തരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി അവര് വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ ചെലവാക്കുന്ന ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന. എന്നിട്ട് നമ്മൾ അവിടുന്ന് തന്നെ എന്താണ്, തക്കാളിക്ക് 5 റുപ്യക്ക് തക്കാളി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 റുപ്യ ഓട്ടോറിക്ഷക്ക് പോയിട്ട് 5 റുപ്യേന്റെ തക്കാളി വാങ്ങുന്ന ടീമാ മലയാളി. ഒരു സംശയമില്ല. ഓഫറിന് അങ്ങനെ വിശ്വസിക്കുന്ന, അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ പണി. നമ്മുടെ പണി എന്താ? നമ്മുടെ പണി എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നേ. അത് മാത്രം ചെയ്താൽ മതി. അങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആളുകൾ പുതുതായിട്ട് ബിസിനസ്സിൽ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടില്ലേ? കിട്ടുന്നേ. അതിന് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന 2 സാധനം എന്താണെന്നറിയോ? ഒന്ന് റീറ്റെയിലിംഗില് ആണ്. റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഇതിൻ്റെ അകത്ത്. റീപർച്ചേസ് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വേറെ കിടക്കുന്നത് NDCയിൽ. ഞാൻ പറയുന്നത് റീപർച്ചേസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട് ഇതിൻ്റെ അകത്ത്.
രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണെന്നറിയോ? സെൽഫ് യൂസേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇതിന്റെ അത് രണ്ടാമത് കിടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കൂടെയുള്ള 1000 ആൾക്കാരുടെ പേസ്റ്റ് ഇന്ന് രാവിലെ തീർന്നു പോയി. ഞാൻ 1000 ആൾക്കാരെയും വിളിച്ചിട്ടല്ല, പേസ്റ്റ് തീർന്നിട്ടുണ്ടല്ലോ, പുതിയ വാങ്ങാനായല്ലോ എന്ന് ഞാൻ വിളിച്ചു പറയണോ? ഞാൻ വിളിച്ചു പറയണ്ടെന്നേ. 1000 ആൾക്കാരും പേസ്റ്റ് വാങ്ങിയിരിക്കും. പുതിയ ഒരൊറ്റ ഒരാൾ ബിസിനസ്സിലേക്ക് വന്നില്ലെങ്കിലും വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിരുന്നാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുമാനം വരുവേ. ഗ്യാസ് അസിഡിറ്റി വരുന്ന സമയത്ത് ഞാൻ വിളിച്ചു പറയണോ എന്റെ ടീമിനോട്, ലിവാഗൈൻ വാങ്ങൂ, 95 വാങ്ങൂ? ഇവരൊക്കെ തന്നെ ഈ ഉൽപ്പന്നം കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഒടുക്കത്തെ കോൺഫിഡന്റ് ആ കമ്പനി പറഞ്ഞത്, ഒടുക്കത്തെ കോൺഫിഡന്റ്. ഞാൻ ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല. കാരണം നമ്മളോട് കമ്പനി പറയുന്ന 3 കാര്യങ്ങളല്ലേ. ഒന്നാമത് പറഞ്ഞതെന്താന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യൂ ഒരു എന്താണ് ഓതറൈസ് ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടെ. രണ്ടാമത് പറയുന്നത് കമ്പനിയോട് കമ്പനി പറയുന്നത് നിങ്ങൾ എന്താണ്, കമ്പനി പറഞ്ഞിരിക്കുന്നത് പർച്ചേസ് സം പ്രോഡക്ട്സ്, കുറച്ച് ഉൽപ്പന്നങ്ങൾ നിങ്ങൾ വാങ്ങിക്കൂ. അവിടെ ഒരു 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 ഇത് കൊടുത്തിട്ടുണ്ട് നമ്മളുടെ, എന്താണ് ഇത് പാക്കേജ് ഇല്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കൊടുത്തിരിക്കുന്നത്, ആസ് പെർ യുവർ ചോയ്സ്, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതിലപ്പുറം എന്ത് വേണം? മൂന്നാമത്തതാണ് മാസ് സാധനം, ബൈ ദ പ്രൊഡക്റ്റ്, യൂസ് ദ പ്രൊഡക്റ്റ്, സെൽ ദ പ്രൊഡക്റ്റ് എന്ന്. ഇങ്ങനെ പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിനെ നിങ്ങൾ കാണിക്കുന്നേ. നിങ്ങൾ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട് കൊടുത്താൽ മതി എന്നാ കമ്പനി പറയുന്നത്. അല്ലാതെ ഇങ്ങനെ കുലുക്കി കുത്തുന്ന സാധനമല്ല ഇത്. നിങ്ങൾ എന്താ ഡയബ ലൈഫ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ അവരോട് ആദ്യം പറയുന്നത് എന്താ? നിങ്ങൾ ആദ്യം പറയുന്നത് നിങ്ങൾ HbA1c ടെസ്റ്റ് എടുക്ക്, എന്നിട്ട് തീരുമാനിക്കണം എന്ത് കഴിക്കണം എന്നുള്ളത്. നിങ്ങൾ തൈറോയിഡിന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ തൈറോയിഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യൂ, എന്നിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് കുലുക്കി കുത്തല്ല സാറേ, അത്രയും കോൺഫിഡൻസിലാ കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ 3 മാസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യൂ, 1 മാസം കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യൂ എന്നാ പറയുന്നത്. യൂറിക് ആസിഡ് 95 കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇത് തന്നെയാ പറയുന്നത്. ഈ കോൺഫിഡന്റ് പാസ് ചെയ്യാൻ ഈ DBA നാരായണ എന്ന് പറയുന്ന വ്യക്തിക്കല്ലാതെ മറ്റാർക്ക് കഴിയും? അവരുടെ അസോസിയേറ്റ്സിനല്ലാതെ ആർക്ക് കഴിയും? അദ്ദേഹം എന്ന് പറയുന്നത് ഈ ബിസിനസിനെ ഈ രൂപത്തിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ കമ്പനിയുടെ MD കണ്ടെത്തിയിരിക്കുന്നത് ആരെയാ? നാട്ടുവൈദ്യം വരാറ്റുണ്ടെങ്കിൽ ഇത് എന്നോട് ക്ഷമിക്കണം. നമ്മളെ സാധാരണ വള്ളിക്കെട്ട് കേസുള്ള ആൾക്കാരെ കൊണ്ടുവന്നിരിക്കുന്നത് ടോപ്പ് 10 ആണ് ഇന്ത്യയില്. ടോപ്പ് 10 M ഫാർമയില് B ഫാർമയില് ഫസ്റ്റ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ തന്നെയുള്ള വലിയ എന്താണ് പിന്നെ ഡാബർ എന്ന് പറയുന്ന കമ്പനിയൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിൽ ഉയർത്തിയിട്ടുള്ള നമ്പർ 1 സയന്റിസ്റ്റിനെ ആ കമ്പനി കൊണ്ടെത്തുന്നത്. പേഴ്സണൽ കെയർ നിങ്ങൾ എടുത്തോ, ഫെയർ ആൻഡ് ലവ്ലി എന്ന് കേൾക്കാത്ത ആളുകളില്ല, പോൺസ് പൗഡർ എന്ന് കേൾക്കാത്ത ആളുകളില്ല, കുട്ടിക്കൂറ കേൾക്കാത്ത ആളുകളില്ല. എന്താണ് ഹിന്ദുസ്ഥാൻ ലിവറിലൂടെ ലോകത്തെ തന്നെ മാറ്റിമറിച്ച് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളുടെ രാജാവിനെ കൊണ്ടാ നമുക്ക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി തരുന്നത്. ടെസ്റ്റഡ് എന്നൊന്നും പറഞ്ഞിട്ടാ തരുന്നത്. ഉപയോഗിച്ചോ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾ വെറുതെ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ്. ഇത്രയും മഹത്തരമായ ഒരു കമ്പനിയിലാണ് ഞാൻ നിങ്ങൾ എത്തിയിരിക്കുന്നത്, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തിയിരിക്കുന്നത്. ഇത് വെറുതെ ഇങ്ങനെ വിട്ടിട്ട് പോവാനുള്ളതല്ല, വിട്ടിട്ട് പോവാനുള്ളതല്ല ഇത്, പിറകോട്ടടിക്കാനുള്ളതല്ല ഇത്, മാറ്റി വെക്കേണ്ടതല്ല ഇത്. നമ്മൾ സാധാരണ ജോലിക്ക് എന്താ പോകുന്നത്? ഞാൻ 10 മണിക്ക് ബാങ്കിലെത്തുന്നു, 5 മണിക്ക് തിരിച്ചു പോരുന്നു. ഇതേ രൂപത്തിൽ 7 മണിക്ക് ഇറങ്ങുന്നു, 10 മണിക്ക് വീട്ടിലേക്ക് വരുന്നു. ഈ രൂപത്തിൽ ഈ സാധനത്തിന് നിങ്ങളൊന്ന് കണ്ടു. എല്ലാ കാലത്തും ചെയ്യണോ ഇത്? എല്ലാ കാലത്തും ചെയ്യണോ? ഒരു 5, 6, 7 അല്ലെ ഒരു 10 വർഷം ചെയ്തിട്ട് റെസ്റ്റ് എടുത്തോളൂന്നേ, ഒരു കുഴപ്പമില്ല. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ കയ്യിലുള്ളത്. എന്നിട്ട് ഒരു കാരണവശാലും നമ്മൾ പുറകോട്ടടിക്കും. ചെയ്ത് വിജയിപ്പിച്ച് അടങ്ങൂ എന്നുള്ളൊരു സാധനം നമ്മുടെ ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു സ്ലോഗന് ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിജയിച്ച ആളുകളൊക്കെ തന്നെ നമ്മുടെ മുമ്പിൽ അല്ലെങ്കിൽ നമുക്ക് വിളിച്ചു പറയാൻ പറ്റിയ ഒരു സാധനമാണ്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിന്നേഴ്സ് നെവർ ക്വിറ്റ്, ക്വിറ്റേഴ്സ് നെവർ വിൻ ആണ്. വിജയിച്ച ഒരൊറ്റ വ്യക്തിയും ഇന്നേ വരെ വിട്ടുപോയിട്ടില്ല, വിട്ടുപോയ ഒരു മനുഷ്യനും ഇന്നേ വരെ ഒരിടത്തും വിജയിച്ചിട്ടില്ല. അപ്പം വിജയിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്താണ്? വിട്ടുപോവാതിരിക്കുക, കൂടെ നിൽക്കുക, സ്ഥിരത ഉറപ്പ് വരുത്തുക. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊരു സംശയവും. നിങ്ങളുടെ സമയമായിരിക്കുന്നു. അപ്പൊ ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ.
എന്ത് തന്നെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ പുറകോട്ടടിക്കരുത്. ജയിച്ച് കാണിച്ചു കൊടുക്കണം. ജയിച്ച് കാണിച്ച് ഒറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ജയിച്ച് കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇത് വെറുതെ പറയുന്നതാണോ? ഞാനിത് വെറുതെ പറഞ്ഞതാണോ? ഒരു കാരണവശാലും ഞാൻ വെറുതെ പറഞ്ഞതല്ല. അതിനൊരു തിയറി ഉണ്ട്. തിയറി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്ത് ഏത് സാധനമായി കഴിഞ്ഞാലും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് തുരുതുരാ ബ്രേക്ക് ചെയ്യപ്പെടും. തുരുതുര ബ്രേക്ക് ചെയ്യപ്പെടും, ഒരു സംശയമില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ലോകമുണ്ടായ അന്ന് മുതൽ എവറസ്റ്റ് ഉണ്ട്, ആണോ അല്ലയോ? ഒരു സംശയവും കാര്യത്തിലില്ലല്ലോ. ലോകമുണ്ടായ അന്ന് മുതൽ എവറസ്റ്റ് ഉണ്ട്. പക്ഷെ 1956 അതിന്റെ മുകളിൽ ഒരു മനുഷ്യന്റെ പാദസ്പർശം ആദ്യമായി ഏറ്റത്. എവറസ്റ്റ് കൊടുകൂടി കീഴടക്കാൻ പറ്റുമെന്ന് ഒരാൾ തെളിയിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതിനുശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ മുകളിലേക്ക് ഓടിക്കയറിയത് 4000 ചില്ലാനം ആളുകളാണ്. 4000 ചില്ലാനം ആളുകൾ. അതിൽ കൈയില്ലാത്തതുണ്ട്, കാലില്ലാത്തതുണ്ട്. അവര് മുഴുവൻ അതിന്റെ മുകളിൽ ഓടിക്കയറിയിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കപ്പെട്ടതാണ്. ക്രിക്കറ്റിൽ 2010 വരെ ഒരു മനുഷ്യനും ഇരട്ട സെഞ്ചുറി അടിച്ചിട്ടില്ല. ലോകത്തിന് മാതൃകമായിട്ട് ആദ്യമായിട്ട് 200-നപ്പുറത്തേക്ക് പന്ത് ബൗണ്ടറി കടത്തിയ വ്യക്തിയുടെ പേരാണ് സച്ചിൻ ടെണ്ടുൽക്കർ. രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സേവാഗ് പിന്നെ തുരുതുര ട്രിപ്പിൾ വരെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. ബെല്ലി സാർ കാണിച്ചു തന്നിട്ടുണ്ട് സാർ 2-10 വാങ്ങിയിട്ട്. ഇപ്പം 2 ഐഡിയിലും 2-10 വാങ്ങി കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം ഒരൈഡി കണ്ടിന്യൂസ് 2-10 ആണ്. ഞാനിപ്പോ 5 കോടി പെയർ മാച്ചിങ്ങിലേക്ക് നിൽക്കുന്നതും സമയത്തും ഞാൻ ഇപ്പോഴും മുകളിലോട്ട് നോക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയുക? ബെല്ലി സാർ WTC 35 കോടി പെയർ മാച്ചിങ് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണ് അനീഷ് സാർ ഡയമണ്ടായി കാണിച്ചു തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇവരൊക്കെ തന്നെ ഗർഭപാത്രത്തിൽ നിന്ന് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വന്ന ഒന്നുമല്ലാത്ത സീറോയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആളുകളാ. ലോകത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചത് മുഴുവൻ ഇവരൊക്കെ തന്നെയാണ്. നമ്മളും അങ്ങനെ തന്നെയാ പറന്നു വീണത്, കരഞ്ഞുകൊണ്ട് തന്നെയാണ്. അവരൊക്കെ തന്നെയാണ് ലോകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വീണ്ടും എന്നെ ശ്രവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ സുപ്രഭാതത്തിൽ എന്റെ വാക്കുകളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ്സ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് അതിന് ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി എന്നെ ഈ ഇതിലേക്ക് ക്ഷണിച്ചിരിക്കുന്ന താഹിറ മേഡത്തിനും അതുപോലെ തന്നെ അയ്യൂബ് സാറിനും ഒരുപാട് പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് വീണ്ടും നിങ്ങളുമായി സംവദിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ എന്റെ പ്ലേറ്റ് ഒന്ന് മാറ്റിയത്. സംവദിക്കാൻ അവസരം തന്ന രണ്ടുപേർക്കും നന്ദി പറഞ്ഞുകൊണ്ട്. ഉമർ സാദിനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇതിൽ എവിടെയെങ്കിലും കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നൊരു റിവ്യൂ അയാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്നേരം കാണാൻ പറ്റുമല്ലോ. ഏതായാലും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്.